ബ്രീഡിംഗ് കേജ്. എന്താണ് ബ്രീഡിംഗ് കേജ്? എങ്ങനെയാണ് ബ്രീഡിംഗ് കേജ്? എങ്ങനെയൊക്കെ ബ്രീഡിംഗ് കേജ് ഉണ്ടാക്കാം? എന്തൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റുകൾ? ഒരുപാട് ആളുകളുടെ ഡൗട്ടുകളാണ് ഇതെല്ലാം. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. പ്രസവിച്ച സ്വന്തം കുഞ്ഞുങ്ങളെ കഴിക്കുന്ന ഗപ്പി പോലെയുള്ള മീനുകൾക്കാണ് ഇത്തരത്തിലുള്ള ബ്രീഡിംഗ് കേജ് ഉപയോഗിക്കേണ്ടത്. ഇത് ഉപയോഗിക്കുന്നതിലൂടെ ബ്രീഡാവുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ നെറ്റിനുള്ളിലൂടെ താഴേക്ക് പോവുകയും കുഞ്ഞുങ്ങൾക്ക് മാത്രം കടന്നു പോകാൻ പറ്റുന്ന ചെറിയ ഹോളായതിനാൽ പാരന്റ് സ്റ്റോക്കിന് അല്ലെങ്കിൽ ബ്രൂഡ് സ്റ്റോക്കിന് താഴേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയും ഉള്ളതുകൊണ്ട് കുഞ്ഞുങ്ങൾ സേഫായിട്ട് മറ്റൊരു ഏരിയയിലേക്ക് മാറി നിൽക്കുന്ന ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് പല രീതിയിലുള്ള നെറ്റുകൾ ഉപയോഗിക്കാവുന്നതാണ്. എംബ്രോയിഡറി നെറ്റ് ഉപയോഗിക്കാം, അതുപോലെ ഹാർഡ്വെയർ ഷോപ്പിൽ കിട്ടുന്ന പല രീതിയിലുള്ള ചെറിയ നെറ്റുകൾ, ഇതുപോലെ ചെറിയ നെറ്റുകളാണ് ഉപയോഗിക്കേണ്ടത്. പാരന്റ്സിന് ഒരിക്കലും പുറത്ത് കിടക്കാൻ പറ്റരുത്. കുഞ്ഞുങ്ങൾ മാത്രം പുറത്ത് കിടക്കുന്ന ഏത് നെറ്റും ഇതിന് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ ഇപ്പോൾ ഉപയോഗിക്കുന്നത് മീറ്ററിന് 30-40 വിലയുള്ള ഹാർഡ്വെയർ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന ഇത്തരത്തിലുള്ള വൈറ്റ് നെറ്റാണ്. ഈ നെറ്റിനെ ഞാൻ ഫ്രൂട്ട്സ് വരുന്ന പ്ലാസ്റ്റിക് കേജിൻ്റെ താഴ്ഭാഗം കട്ട് ചെയ്തിട്ട് അതിൻ്റെ സൈഡിലൂടെ റാപ്പ് ചെയ്തിട്ട് വയർ ടാഗ് കൊണ്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം ഈ കേജ് വെള്ളത്തിൽ ഇറക്കി വെക്കുന്ന ഒരു സിസ്റ്റമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഫോളോ ചെയ്യുന്നത്. പല രീതിയിലുള്ള ബ്രീഡിംഗ് കേജുകൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഞാൻ ഇങ്ങനെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. എല്ലാം ഒരു പരീക്ഷണങ്ങളാണല്ലോ. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഐഡിയക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഇതിനൊരു ഇന്ന രീതിയിലേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. ഇതുപോലെ 4 സൈഡും റാപ്പ് ചെയ്ത് വയർ ടാഗ് കൊണ്ട് കെട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പം നല്ല രീതിയിലൊരു ബ്രീഡിംഗ് കേജ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് എൻ്റെ പ്ലാറ്റിനം റെഡ് ഡംബോയേഴ്സിൻ്റെ കുറച്ച് ബ്രൂഡ് സ്റ്റോക്കിലെ കുറച്ച് പേഴ്സാണ്. അപ്പോൾ ഇവരെ നമുക്ക് ഇനി ഇതിലേക്ക് മാറ്റാവുന്നതാണ്. അതുപോലെ വേറെ കുറച്ച് 2-3 പേഴ്സിനെ കൂടെ നമുക്ക് ഇതിലേക്ക് മാറ്റാനുണ്ട്. ഇത്തരത്തിൽ ഓരോരുത്തരെ പിടിച്ച് നമ്മളിലേക്ക് മാറ്റാം. വാട്ടർ ടെമ്പറേച്ചർ കറക്റ്റ് ചെയ്തിട്ട് മാറ്റാം. പല ബ്രീഡേഴ്സും ഇതുപോലെ ഫ്രിഡ്ജ് ബോക്സിൽ കേജ് വെച്ചിട്ട് ഡെലിവറി ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി കുഞ്ഞുങ്ങൾ താഴേക്ക് പോകുമ്പോൾ അവരെ പിടിച്ചിട്ട് വേറൊരു ബേസിലേക്ക് മാറ്റുന്ന സിസ്റ്റം ഫോളോ ചെയ്യാറുണ്ട്. ഞാൻ അങ്ങനെയല്ല ഇവിടെ ചെയ്യാറുള്ളത്. ഞാനിവിടെ പ്രസവിക്കാറായ ഗപ്പീസിനെ എടുത്തിട്ട് വേറൊരു കേജിലേക്ക് മാറ്റിയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഓരോരുത്തർക്കും അവരുടെ ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് മാറ്റാവുന്നതാണ് കേട്ടോ. അതുപോലെ പറയാൻ വിട്ടുപോയ മറ്റൊരു കാര്യമാണ്, കേജിനകത്ത് ബ്രൂഡ് സ്റ്റോക്കിനെ കീപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു ഉണങ്ങിയ വാഴയിലെ കയ്യിലേക്ക് ഇട്ട് വെക്കുന്നത് നല്ലതാണ് കേട്ടോ. 2 കാര്യങ്ങൾ അതിനകത്തുള്ളത്. ഒന്ന്, ടൈൻ ഇറങ്ങിയിട്ട് വെള്ളത്തിൻ്റെ കണ്ടീഷൻ നന്നായിരിക്കും. രണ്ടാമത്, ചില ഫീമെയിൽ ഗപ്പീസ് മെയിൽസിനെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനത്തെ സമയം വരുമ്പോൾ മെയിൽസിനെ ഒന്ന് മറിഞ്ഞിരിക്കാൻ ഒളിച്ചിരിക്കാനൊക്കെ ഇതുപോലത്തെ ഇലകളുണ്ടെങ്കിൽ അത് സഹായകരമാകും കേട്ടോ. ഇത്തരത്തിൽ ചെയ്യുന്നതിലൂടെ നമുക്ക് കൂടുതൽ കുഞ്ഞുങ്ങളെ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിലൂടെ ചെറിയൊരു വരുമാനവും ഒക്കെ നേടിയെടുക്കാൻ സാധിക്കും. ഇതുപോലെ തന്നെ ചെയ്യണമെന്നൊന്നും പറയുന്നില്ല. ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ച് എല്ലാവരും ചെയ്ത് നോക്കുക. എന്താണെങ്കിലും സക്സസ് ആയിരിക്കും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.